ആക്ച്വലി ഞാൻ ഏറ്റവും നല്ലൊരു പാരൻറ്റിങ് എന്ന് പറയുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു സെയിം ഒരു ഗ്രോത്ത് തന്നെയാണ് ഒരു പാരൻസിനും ഉണ്ടാവുന്നത്. അപ്പം ആ ഓരോ എൻവയൺമെൻറ്റും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പാരൻറ്റിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന ടെക്നിക്ക് ആയിരിക്കില്ല വേറൊരു പാരൻറ്റിൻ്റെ അടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ കൊച്ചിനെ നമ്മൾ എത്രത്തോളം നമ്മൾ കറക്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ കൊച്ചിനോട് എത്രത്തോളം നമ്മൾ ശാസിക്കുന്നോ അതിനൊപ്പം തന്നെ അവരെ സ്നേഹിക്കാനും നമുക്ക് പറ്റണം. അവർ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളിൽ പോലും അവരെ അനലൈസ് ചെയ്യാനും ശ്രദ്ധിക്കാനും അവർക്ക് സമയം കൊടുക്കാനും നമുക്ക് പറ്റണം. ഇപ്പോൾ പാരൻറ്റിങ്ങിൽ ചില പിള്ളേരൊക്കെ നമ്മളൊരു ബിസി ഷെഡ്യൂളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉടനെ അത് ശ്രദ്ധിക്കാതിരിക്കുക, അവർ ഇഗ്നോർ ചെയ്യുക, ഇല്ലെങ്കിൽ അവർ പറയുമ്പോൾ നമ്മൾ പേടിപ്പിച്ച് അവർ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഇല്ലാതെ പോവുകയാണ്. അതേപോലെ നോ എന്ന് നമ്മൾ മക്കളുടെ അടുത്ത് പറഞ്ഞു തന്നെ അവരെ വളർത്തണം. പക്ഷെ നോ പറയുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ റീസൺ കൂടി നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അത് തിങ്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ ഇഗ്നോറൻസ് കിട്ടിയേക്കാം, റിജക്ഷൻസ് കിട്ടിയേക്കാം ഭാവിയിൽ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാവുമ്പോൾ കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്.